മൂന്നാർ കല്ലാറിൽ കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയായ സ്ത്രീയെ കാട്ടാന ചവിട്ടി. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ നാട്ടുകാർ, പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ളവർ, കാട്ടാന ശല്യം വർദ്ധിച്ചതോടുകൂടി അവിടെ രാപ്പകൽ സമരത്തിലേക്ക് വരെ ഇറങ്ങേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീക്കും കാട്ടാനയുടെ ചവിട്ടേറ്റിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. മൂന്നാർ കല്ലാറിലാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. NG കോളനി സ്വദേശിയായിട്ടുള്ള അഴകമ്മ എന്ന സ്ത്രീക്കാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. കൂടാതെ നെറ്റിക്കുടി സ്വദേശിയായിട്ടുള്ള ശേഖർ എന്നയാളും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രധാനമായും ഇവർ രണ്ടുപേരും ഈ മാലിന്യ പ്ലാന്റിലെ ജോലിക്കാരാണ്. ഈ ജോലിക്ക് എത്തിയപ്പോഴാണ് ഈ പ്ലാന്റിൽ ഒരു കാട്ടാനയെ അവർ കാണുന്നത്. ഒറ്റക്കൊമ്പൻ കാട്ടാന എന്നറിയപ്പെടുന്ന ആനയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ആന നിൽക്കുന്നത് കണ്ട് ഇവർ ഭയം ഓടി. ആന ഇവരെ പുറകെ ഓടി ആക്രമിക്കുകയായിരുന്നു. ഓട്ടത്തിനിടയിൽ ഈ അഴകമ്മ നിലത്ത് വീഴുകയും ഈ കാലിലേക്ക് ചവിട്ടുകയുമായിരുന്നു. അഴകമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ശേഖറിന് പരിക്കേറ്റത്. ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കല്ലാർ ഈ മാലിന്യ പ്ലാന്റ് കേന്ദ്രീകരിച്ച് പടയപ്പ ഉൾപ്പെടെയുള്ള ആനകൾ പലപ്പോഴായി എത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കാട്ടാന ഈ മേഖലയിൽ ഉണ്ടായിട്ടും വനം വകുപ്പിന്റെ അല്ലെങ്കിൽ RRP സംഘത്തിന്റെ ഒരു കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മറയൂരിലും സമാനമായ രീതിയിൽ കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഈ മറയൂർ മേഖല കേന്ദ്രീകരിച്ച് വ്യാപക പ്രതിഷേധം, രാപ്പകൽ സമരമടക്കം ഇപ്പോഴും നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് മൂന്നാർ കല്ലാറിലും സമാനമായ രീതിയിൽ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇരു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പറയുന്നത് വനം വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തുടർച്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുകയും ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ തിരികുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറയൂരിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ചും സമര പരിപാടികൾ ആരംഭിക്കാൻ നിലവിൽ തീരുമാനം ആയിട്ടുണ്ട്. തീർച്ചയായും മൂന്നാർ കല്ലാറിലാണ് കാട്ടാന ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. തോട്ടം തൊഴിലാളിയായ സ്ത്രീയാണ് കാട്ടാന ചവിട്ടി ഗുരുതരമായി പരിക്കേറ്റത്. ഈ മേഖലയിൽ ജനങ്ങൾ രാപ്പകൽ സമരം നടത്തുന്നതിന് ഇടെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.